സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്താണെന്നറിയില്ല കേട്ടോ, കുറച്ച് നാളായി ചിക്കൻ 65 കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ആദ്യം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് റിക്കു പറഞ്ഞത് ഞാനിന്ന് ചിക്കൻ കറി വെക്കാമെന്ന്. ഞങ്ങളുടെ പ്ലാനിങ് ഒരു ധാരണയിലായി. റിക്കു ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഞാൻ ചിക്കൻ 65 ഉണ്ടാക്കാനായി. കേട്ട പാതി കേൾക്കാത്ത പാതി ചിക്കൻ മേടിക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. വാൾമാർട്ടിലായിരുന്നു കേട്ടോ പോയെ. പിന്നെ നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കാൻ വേണ്ടി പോയാൽ അവിടെ വെച്ച് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ അതും കൂടി മേടിക്കും. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരം 9 മണിക്ക് ശേഷമാണ്. ഓൾറെഡി നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. ഒന്ന് ഫ്രഷ് ആവാൻ പോയിരുന്നു. അപ്പോഴേക്കും ഞാനിവിടെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കാനുള്ള പരിപാടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ മേടിക്കുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നും വെട്ടിമുറിക്കാൻ ഉണ്ടാവാറില്ല. കാരണം അത് ഫുള്ള് പീസായിട്ടാണല്ലോ കിട്ടുക. നമുക്ക് ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരാറില്ല അല്ലെ. ഈ കേസിൽ അങ്ങനെയല്ല. ചിക്കൻ 65 എന്ന് പറയുമ്പോൾ ചിക്കൻ ലെഗ് പീസ് വേണമല്ലോ. അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ പീസാക്കിയതിന് ശേഷം പിന്നെ അതിന്റെ മീതത്തെ ആ തൊലി കളയാനാണ് അടുത്ത പ്രക്രിയ. എന്താണെന്നറിയില്ല, ഈ തൊലി കളഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോഴേക്കും നമ്മുടെ ഷെഫ് എത്തിയിട്ടുണ്ട്. കുക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. ഞാനിപ്പോഴേക്കും ഇവിടെ ചിക്കനൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ വെക്കേണ്ട കാരണം കൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് മാഗ്നേറ്റ് ചെയ്തത് കേട്ടോ. എന്നെ സംബന്ധിച്ച് മീറ്റ് ഐറ്റംസ് വെക്കാനാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് പച്ചക്കറി വെക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. എന്നെ സംബന്ധിച്ച് കുക്ക് ചെയ്യാനേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് ചിക്കനൊക്കെ. നമ്മുടെ ഷെഫ് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. റിക്കുവിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ സബോളയും അതുപോലെ തന്നെ മറ്റു പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അങ്ങനെ അരിയും. പക്ഷെ റിക്കുവിനെ സംബന്ധിച്ച് ഓരോന്ന് അളന്ന് മുറിച്ചിട്ട് മാത്രമേ ഓരോന്നും ചെയ്യുള്ളൂ. ഭയങ്കര ഡിസിപ്ലിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. എൻ്റെ കെട്ടിയവനായതുകൊണ്ട് പറയല്ല, ആ ഒരു കാര്യത്തിൽ ആളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കാനും നിവൃത്തിയില്ല. എന്തായാലും കുക്കിംഗ് മുഴുവൻ റിക്കു ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാനൊന്ന് സിനിമ കണ്ടിരിക്കാന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുമായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചത് ചിക്കൻ്റെ കൂടെ. പക്ഷേ ഗാർലിക് നാനാണ് പിന്നെ ഞങ്ങൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചത്. കാരണം ഓൾറെഡി സമയം അതിക്രമിച്ച് കഴിഞ്ഞു. 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ നമ്മുടെ നാനൊന്ന് ജസ്റ്റ് ഓവനിൽ കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഭർത്താക്കന്മാരെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡ് ഉണ്ടല്ലോ, അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, എല്ലാവർക്കും ഇങ്ങനെയാവണം. എന്തായാലും ഇത്ര ടേസ്റ്റിൽ റിക്കു ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു അഭിപ്രായം ഞാൻ അങ്ങോട്ടും വെച്ചു. അല്ല, ഇനി ചിക്കൻ മേടിക്കുന്ന സമയത്ത് റിക്കു തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബഹു സന്തോഷം. അത്രേ ഉള്ളൂ എന്റെ കമന്റ്. എന്തായാലും ഇത്തിരി സമയം അതിക്രമിച്ചു കഴിഞ്ഞാലും നമ്മളുടെ നൈറ്റ് ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ടാറ്റ.